ന്യൂസ് ടെൻസ് തുടരുകയാണ്. നിവിൻ പോളിക്കെതിരായ പീഡന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല എന്ന് SP പൂങ്കുഴലി. കൊച്ചിയിൽ പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരുമെന്നും പൂങ്കുഴലി പറഞ്ഞു. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം വല്ലതും നടക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല. നിവിൻ പോളിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി. നിവിൻ പറയുന്നത് പച്ചക്കള്ളം എന്നാണ് യുവതി വ്യക്തമാക്കിയത്. പരാതിക്കാരി ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, താങ്കളുടെ പേരടക്കം പറയുന്നതിന് പരിമിതിയുണ്ട്, കാരണം താങ്കൾ ഒരു പരാതിക്കാരിയാണ്. എന്തുകൊണ്ടാണ് ഈ നിവിൻ പറയുന്നത് എല്ലാം പച്ചക്കള്ളം? ഇന്നലെയാണല്ലോ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെ കള്ളങ്ങളാണ് നിവിൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ? കാരണം ഞാൻ ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു. ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പരാതി കൊടുത്തപ്പോഴാണ് വീണ്ടും പുള്ളി ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞത്. അതായത് ആദ്യം പരാതി നൽകിയത് ജൂണിലായിരുന്നു. ജൂണില് രണ്ടാമത്തെ പരാതി നൽകിയത് എപ്പോഴാണ്? എനിക്ക് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് അതിന് യാതൊരു രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ടീമിന് ഞാൻ പോയി കൊടുത്തത്. പറഞ്ഞുകൊള്ളൂ, ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്നോട് ഞാൻ അത് ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയായിരുന്നു. അത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നമുക്ക് യാതൊരുവിധ മുൻപോട്ടുള്ള നല്ലൊരു തീരുമാനമല്ല കിട്ടിയത്. അവർ പറഞ്ഞത് ദുബായിൽ നടന്നതായതുകൊണ്ട് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത്. രണ്ടാമത്തെ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് നൽകിയത്. അതെ, അതെ. ഈ രണ്ടാമത്തെ പരാതി നൽകിയതിനു ശേഷം ഈ പ്രത്യേക സമിതിയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള അന്വേഷണം നടന്നോ? ഇല്ല, ഞങ്ങൾ രണ്ടാമത്തെ പരാതി കൊടുത്തതിന് ശേഷം ഇന്നലെയാണ് നമുക്ക് ഇവിടുത്തെ ഊന്നുകൽ സ്റ്റേഷനിൽ FIR രജിസ്റ്റർഡ് ആയെന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നത്. ഞങ്ങൾ ശനിയാഴ്ചയാണ് കൊടുത്തത്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് വേറെ നമ്മുടെ അടുത്ത് അന്വേഷണമായിട്ടൊന്നും വന്നിട്ടില്ല. ഈ ആദ്യത്തെ അതേ പരാതി തന്നെയാണോ രണ്ടാമത്തെ പരാതിയും? കാരണം ആദ്യം ഞാൻ ചുരുക്കത്തിലാണ് കൊടുത്തത്. അത് കാരണം ഞാൻ ഇതൊരു പരാതി കൊടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ എന്നെ ഉപദ്രവിച്ചു എന്ന്, ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അല്ലാതെ തല്ലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു. ആ ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരുന്നു. എനിക്ക് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ഞാൻ സർക്കിളിന് മൊഴി കൊടുക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അത് ആ മൊഴിയിൽ എഴുതാനോ അവർ തയ്യാറായില്ല. താങ്കൾ ആദ്യമേ പറഞ്ഞത് ഈ ഹർഷിത അട്ടല്ലൂരിക്ക് പരാതി നൽകിയെന്നല്ലേ? അതായത് ഞാൻ മേഡത്തിന് മെയിൽ ചെയ്തു. ഹർഷിത അട്ടല്ലൂരിക്ക് മെയിൽ ചെയ്യുന്നു ജൂൺ മാസം. ആ പരാതി പിന്നീട് ലോക്കൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ പോലീസ് മേഡത്തെ വിളിപ്പിച്ചു അല്ലേ? അതെ മേഡം, ഒരു ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കളോടൊപ്പം തന്നെയാണ് ന്യൂസ് 18-നും. ആ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ നിവിൻ പോളി പറഞ്ഞത് നേരത്തെ മർദ്ദിച്ചു എന്നതായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോൾ അത് കൂട്ടബലാത്സംഗമായി മാറുന്നു. അതാണ് ഈ പരാതി വ്യാജമാണ് എന്ന് നിവിൻ പോളി സ്ഥാപിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ന് താങ്കൾ ഈ ബലാത്സംഗം പോലെയുള്ള ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതി നൽകാതിരുന്നത്? കാരണം എനിക്ക് ഒരു പരാതി എഴുതാനുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ശാരീരിക ഉപദ്രവം എന്ന് എഴുതിയത് ഈ പീഡനമാണ്. പക്ഷെ പീഡനമെന്ന് നമുക്ക് പുറമെ എഴുതി വിടാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് മൊഴിയിൽ സർക്കിളിന്റെ അടുത്ത് മൊഴിയിൽ പറഞ്ഞു എനിക്ക് പീഡിപ്പിച്ചു എന്ന് ഞാൻ മൊഴിയിൽ കൊടുത്തതാണ്. പക്ഷെ അവർ ആ മൊഴിയിൽ റിപ്പോർട്ട് ചെയ്തില്ല. ശാരീരിക ഉപദ്രവം, എന്നെ തല്ലിയെന്നും ശരീരത്തിൽ അടിച്ചു മർദ്ദിച്ചു എന്നും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സെയിം അതൊന്നും കൂടി കൂടുതൽ വിശദീകരിച്ച് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ കൂടുതൽ വിശദീകരിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോഴെങ്ങനെയാണ് അതായത് ഈ കാര്യങ്ങൾ, അതായത് ഈ പീഡനത്തെ സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു പരാതി ലഭിക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടായത്?
കാരണം ലോക്കൽ സ്റ്റേഷനിൽ എനിക്ക് യാതൊരു നല്ല ഒരു നിയമ നടപടി കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി വന്നതും ഈ സ്പെഷ്യൽ ടീമിനെ കുറിച്ച് ഞാൻ അറിയാനുണ്ടായത്. അപ്പം നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും, നിയമ നടപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. നിവിൻ പോളി ഇന്നലെ പറഞ്ഞത് ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്, ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ്. അതായത് താങ്കളുടെ ഈ പരാതിക്ക് പിന്നിലൊക്കെ ചിലരുണ്ട് എന്നാണ്. താങ്കൾ ഒറ്റയ്ക്കാണോ? എന്റെ പരാതിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല. പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ്. ഞാൻ ആ ഗ്യാങ്ങിൽ കൂടാഞ്ഞത് കൊണ്ടാണ്, ആ സംഘത്തിൽ ചേരാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ നിവിൻ പോളി തർക്കിച്ചത് എന്റെ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ്. കാരണം എന്റെ തെളിവുകൾ ഒരു ഫോണായിരുന്നു. ആ ഫോൺ അവരുടെ കയ്യിലാണ്, നിവിൻ പോളിയുടെ കയ്യിലാണ്, ആ ഗ്യാങ്ങിന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ടാണ് 100% തെളിവുകളൊന്നും ഇല്ല എന്ന് നിവിൻ പോളി തർക്കിക്കുന്നത് പറഞ്ഞു. പക്ഷേ അങ്ങനെ തർക്കിച്ചാൽ പോലും ഇതൊരു സൂപ്പർ മാള്, ഇത് എവിടെ വെച്ചാണ് താങ്കൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത്? ഞാൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് നിവിൻ പോളിയും ഒപ്പം താങ്കൾ ഉന്നയിക്കുന്ന ഈ ആളുകളുമൊക്കെ അവിടെയുണ്ട് എങ്കിൽ ഈ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാസ്പോർട്ട് അടക്കം ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. അതെ, അതുകൊണ്ടിപ്പോൾ താങ്കളുടെ ഫോൺ അതാണ് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനോട് നമ്മളുടെ തെളിവുകൾ ഇപ്പൊ ഒന്നുമില്ല. പറഞ്ഞോളൂ. നമ്മൾക്ക് തെളിവുകൾ കേരള പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ദുബായിൽ നടന്ന സംഭവത്തിന് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത്, ഇവിടെയല്ല, ഞങ്ങൾക്ക് അതൊന്നും അന്വേഷിക്കാനുള്ള ടൈമില്ല എന്നാണ് നമ്മുടെ ലോക്കൽ സ്റ്റേഷനിലുള്ള നമുക്ക് കിട്ടിയ നമ്മളോട് പറഞ്ഞത്. ഹണി ട്രാപ്പ് ദമ്പതികളാണ്. അത് എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല, പുതുതായിട്ട് വന്ന ഒരാളായിരുന്നു. ഞാൻ ആദ്യം കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ വേറൊരു സർക്കിളായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സർക്കിൾ ചേഞ്ച് ആയിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് വേറൊരു സർക്കിൾ വന്നത്. പേര് കറക്റ്റ് എനിക്കറിയില്ല. അതായത് നിങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ് എന്ന് പോലീസ് ആക്ഷേപിച്ചു? പോലീസല്ല, ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഈ നിവിൻ പോളി അടക്കമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയ വഴി നമ്മളെ വ്യാജ പ്രചാരണത്തിലൂടെ നമ്മളെ നാറ്റിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ്, വമ്പന്മാരെ വല വീശി പിടിക്കാനായിട്ട് നടക്കുകയെന്ന് പറയുന്നത് നമുക്കൊരു ഇത് വന്നിരുന്നു. ഞങ്ങൾ അതും കൊണ്ട് ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അതിനും തെളിവുകളൊന്നും ഇല്ല എന്നും പറഞ്ഞ് അവർ നമ്മളെ ഉഴപ്പി വിടുകയാണ് ചെയ്തത്. ഈ ഫോൺ ആരാണ് പിടിച്ചു വാങ്ങിയത്? ഈ നിവിൻ പോളി ഗ്യാങ് ആണ്. അന്ന് ഇവരെന്നെ റൂമിൽ 3 ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത്, ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു. ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങ് പോന്നു. എന്റെ ഒരു ഫോൺ അവരുടെ കയ്യിലാണ്. സുനിൽ എന്ന വ്യക്തി ആരാണ്? ഒരു പ്രൊഡ്യൂസറാണ്. സുനിൽ വഴിയാണ് ഞാൻ ഈ നിവിൻ പോളി ഗ്യാങ്ങിനെയും പരിചയപ്പെട്ടത്. സുനിലിനെയാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ടത്. മാഡം എന്ത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്? പരിചയപ്പെടുത്തി തന്നത് ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകൊച്ചാണ്. ഞാൻ നേഴ്സാണ്. എനിക്ക് സിനിമാ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് യാതൊരുവിധ മോഹവുമില്ല. പക്ഷേ എനിക്ക് പുറത്തോട്ട് പോകാനായി, യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഞാൻ ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകൊച്ചിന് ഒരു 3 ലക്ഷം രൂപ കൊടുക്കുകയും അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് ഉഴപ്പി വിടുകയും പിന്നെ എനിക്കൊരു സിനിമ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം, അല്ല ചാൻസ് നമുക്ക് സിനിമയിൽ ഒരു ചാൻസ് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുന്നത്. ഈ ശ്രേയയാണല്ലോ ഞാൻ പ്രൊഡ്യൂസറുമായിട്ട് കുറച്ച് പുള്ളി ശാരീരികമായി ഉപദ്രവിക്കുകയും. അതെ. ഈ ശ്രേയ ആരാണ്? ബേസിക്കലി ആരാണ് ശ്രേയ? പുള്ളി ശ്രേയ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഗ്യാങ്ങിലെ ഒരു അംഗമാണ്. ഈ പെൺകുട്ടികളെ കണക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ശ്രേയയുടെ ഡ്യൂട്ടി. ശ്രേയ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പുള്ളിക്കാരി ഇവരുടെ ഒരു ഗ്യാങ്ങിലെ ഒരു അംഗമാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രേയനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുകയായിരുന്നു. അവിടെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു, അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അവർക്ക് 3 ലക്ഷം രൂപ താങ്കൾ നൽകി? എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് അവർക്കൊരു ഏജൻസി പരിചയം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ പോകാനായിട്ട് ഞാനൊരു 3 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. അതിന് ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട്?
ഇല്ല, ഞാൻ കയ്യിലാണ് കൊടുത്തത്. അപ്പൊ നമ്മളൊരു ലിക്വിഡ് മണിയായാണ് 3 ലക്ഷം രൂപ നൽകിയത്. തോന്നിയില്ല, കയ്യിൽ കൊടുത്തു ഒരു വിശ്വാസത്തിന്. അതെ. നാട്ടിൽ വെച്ചാണോ ദുബായിൽ വെച്ചാണോ? ദുബായിൽ വെച്ചിട്ട്. ശരി. അങ്ങനെ ശ്രേയ ഈ പ്രൊഡ്യൂസറെ എന്തു പറഞ്ഞാണ് മേഡത്തെ പരിചയപ്പെടുത്തിയത്? എനിക്കൊരു ഫിലിമിൽ ചാൻസ് തരാൻ പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി എന്നെ ശ്രേയ കൊണ്ടുപോവുകയും ഇന്റർവ്യൂ ആണ്, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ശ്രേയ പുറത്തോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ പരിചയപ്പെടുത്തിയത് സുനിലിനെയാണ്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ. അതെ, സുനിൽ പ്രൊഡ്യൂസറാണ്. ഈ സുനിലിനെയാണ് താങ്കൾ പരിചയപ്പെട്ടത് അല്ലേ? അതെ. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു കാഷ്വൽ മീറ്റ് എന്ന പോലെ വർത്താനം പറഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് പുള്ളി സിനിമ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ സിനിമയിൽ ഇപ്പൊ നിൽക്കുന്ന പ്രമുഖ നടിമാര് വരെയും സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് പിടിച്ചു നിൽക്കുന്നതെന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നു. പുള്ളി അവിടെ ഇരുന്നപ്പോൾ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പുള്ളി ശാരീരികമായിട്ട് തന്നെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടായപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കോള് വരികയും പുള്ളിയുടെ വൈഫ് ഇത് കേൾക്കുകയും ഞാൻ ഒച്ച വെക്കുന്നതും ബഹളം വെക്കുന്നതും കേൾക്കുകയും പിന്നെ പുള്ളിയുടെ ഫാമിലിയിൽ പ്രശ്നമുണ്ടാകുകയും പുള്ളിയുടെ വൈഫ് എങ്ങാണ്ട് സൂസൈഡ് ചെയ്യാനോ എങ്ങനത്തെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ഈ പ്രശ്നമുണ്ടാകുന്നത് വീണ്ടും. അപ്പൊ ഈ നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാർ ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളിയും ആ സംഘത്തിലുണ്ടായിരുന്നു. അതെ, നിവിൻ പോളി പറഞ്ഞത് ഈ സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസയൊക്കെ ഫണ്ട് ചെയ്ത് റോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും, പുള്ളിക്ക് ഒരു ഹെൽപ്പ് വേണ്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ അത് എന്തും ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞാണ് പുള്ളി. അതായത് നിവിൻ പോളി ഒരു ഗുണ്ടയെ പോലെ താങ്കളോട് പെരുമാറിയെന്നാണോ? അതെ. മർദ്ദിച്ചവരിൽ നിവിൻ പോളിയും ഉണ്ട്. നിവിൻ പോളിയും താങ്കളെ മർദ്ദിച്ചു. നമ്മൾ ഈ നാട്ടിൽ ഫിലിമിൽ ഉണ്ട്. പറഞ്ഞോളൂ. നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ഒരു മുഖമല്ല ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, അതായത് സിനിമയിൽ കാണുന്ന ഒരു രൂപമല്ല ഇവർക്കുള്ളത്. നമ്മൾക്ക് അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരുടെ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മാന്യന് ഈ ഒരു അടച്ചിട്ട മുറിയിൽ വേറൊരു മുഖമാണ്. അത് അറിയണമെങ്കിൽ അടുത്തറിയണം, എന്നാലേ നമുക്കത് ആ വ്യക്തിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. പുറമേ മാന്യനും ഉള്ളിൽ കയറുമ്പോൾ, അതായത് ഈ സിനിമാ ഫീൽഡിലുള്ളവരെല്ലാം കേരളം വിട്ടു കഴിയുമ്പോൾ അവർക്ക് വേറൊരു മുഖമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഈ നിവിൻ പോളി അടക്കം ഈ മർദ്ദിക്കുക മാത്രമായിരുന്നോ? ശാരീരികമായി മറ്റ് സെക്ഷൽ ഹരാസ്മെന്റ് താങ്കൾക്ക് നേരിട്ടോ? അല്ലല്ല, ശാരീരിക പീഡനം. അതെ, ശാരീരികമായി സെക്ഷൽ ഹരാസ്മെന്റ് നേരിട്ടിട്ടുണ്ട്. ഒപ്പം ഈ അതിന് ഞാൻ എവിടെ ഏത് ശാസ്ത്രീയപരമായി എന്ത് തെളിവുകൾ പറയൂ. ശാസ്ത്രീയപരമായിട്ട് എനിക്ക് ഈ കേസ് എനിക്ക് നീതി കിട്ടുന്നിടം വരെ ഞാൻ ഇത് മുമ്പോട്ട് പോകും, ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഈ മയക്കുമരുന്ന് നൽകി പീഡനം എന്നതാണോ ഈ പരാതിയുടെ ഉള്ളടക്കം? അതും അങ്ങനെയുണ്ട്. എനിക്ക് അതും ചെയ്തിട്ടുണ്ട്. MDMA എന്ന് പറയുന്ന ഇതാണ് എനിക്ക് അവർ പറയുന്നത് കേട്ട് മനസ്സിലായി. ഒരു വൈറ്റ് കളർ ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഫുഡൊന്നും തരാതെ ഈ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പൊടി കലക്കിയ വെള്ളമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇവരത് യൂസ് ചെയ്യുന്നുണ്ട്, ഇവർ മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വന്ന എല്ലാവരും. അതായത് ഇത് കലക്കി ഈ പദാർത്ഥം കലക്കിയ വെള്ളമാണ് താങ്കൾക്ക് തന്നത്? അതെ. നിവിൻ പോളി അടക്കമാണോ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത്? താങ്കൾ ഈ പറയുന്നത് പോലെ അതിപ്പോൾ എന്താണെന്ന് അറിയില്ല, താങ്കളും സൂചിപ്പിച്ചു അത് പറഞ്ഞു കേട്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ. അതെ. പിന്നീട് എങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തു കടന്നത്? അതെ, കാരണം എന്റെ ഫോൺ എന്റെ ഫോണിൽ നിന്ന് ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയക്കി അത് ഹാക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം ഇവർക്ക് കേൾക്കാൻ പറ്റും. ഹസ്ബൻഡ് ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവരെന്റെ ബെഡ്റൂമിൽ, അതായത് ഞാൻ അവിടെ ലോക്കായ സമയത്ത് എന്റെ വീട്ടില്, അതായത് ഹസ്ബൻഡ് എന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ വീടിന്റെ ചാവി എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഹസ്ബൻഡിനും ഞാൻ സംസാരിക്കുന്ന വഴി ഇവർക്ക് കേട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, അവർ ഒരാളിനെ വിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ക്യാമറ വെക്കുകയും ഞങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്യുകയും ഹസ്ബൻഡിന്റെ മെയിൽ ID ഹാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു.
അങ്ങനെ പിന്നെ പുള്ളി സംസാരിക്കുന്ന എല്ലാവർക്കും എന്നെ കോൾ വരുമ്പോൾ 1-2 ദിവസം എനിക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റിയില്ല. ഹലോ സുഖമാ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെച്ചു. പിന്നെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഒരു 3 ദിവസം ആയപ്പോഴത്തേക്ക് ഈ മയക്കുമരുന്നും അതും ഇതും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തോ പന്തികേട് വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് തന്നെ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് കയറിപ്പോയി കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അതായത് ഈ സമയത്തൊന്നും ഹസ്ബൻഡിനോട് ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചിരുന്നില്ല? ഇല്ല. ആ സമയത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് എന്റെ ഈ താങ്കൾ പറയുന്നത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാമോ? അതായത് 2-3 ദിവസമായി താങ്കൾ ഒരു ഹോട്ടൽ മുറിയിൽ അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. ആ സമയത്ത് താങ്കൾക്ക് ഫോൺ ഉണ്ടായിരുന്നു. പക്ഷെ താങ്കൾ നടത്തുന്ന ഹോട്ടൽ മുറിയിലല്ല, ഹോട്ടൽ മുറിയിലല്ല, എന്റെ റൂമിനോട് ചേർന്ന് അടുത്തൊരു റൂം എടുക്കുകയും അവിടെയാണ് ഈ വ്യക്തികൾ എന്റെ റൂമിനോട് ചേർന്ന് അടുത്തൊരു റൂം എടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തിനെ അവർക്ക് റൂം വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിച്ച് എന്റെ ആ റൂമിന്റെ ഓണറുടെ നമ്പർ കൊടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തി എന്റെ റൂമിനോട് ചേർന്ന് ഒരു റൂം എടുക്കുകയും ആ റൂമിൽ ഈ ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്നവരെ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരും എന്റെ തൊട്ടപ്പുറത്തെ റൂമിലായതുകൊണ്ട് ഇവര് പെട്ടെന്ന് റൂം എടുത്ത് എന്നെ വന്ന് ഈ ശ്രേയ, ബിനു, ബഷീർ, കുട്ടൻ എന്റെ റൂമിൽ കയറി വരികയും എന്നെ ലോക്കാക്കുകയും കഴിഞ്ഞ ദിവസം സുനിൽ ചേട്ടൻ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. അവരുടെ വീട്ടിലെന്തോ ഇഷ്യൂസ് ഉണ്ടായി, പുള്ളി ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തന്നേക്കുന്നതാണ്, നിനക്ക് ഒന്ന് പാഠം പഠിപ്പിക്കണം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കണം, ഇനി പുറത്തോട്ട് വിടില്ല, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി നമ്മളെ അവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് ഈ നിവിൻ പോളി ഉപദ്രവിച്ചത് എവിടെ വെച്ചായിരുന്നു? അതിനുശേഷം ഈ റൂമിൽ വന്നിട്ടാണ് പിറ്റേ ദിവസമാണ് നിവിൻ പോളി വന്നത്. ആ റൂമിൽ നിവിൻ പോളിയും AK സുനിൽ എന്ന് പറയുന്ന വ്യക്തികൾ 2ാമത്തെ ദിവസം വന്ന് ഉപദ്രവിച്ചത്. അതായത് 3 ദിവസത്തോളം ഈ സുനിലിനെ പരിചയപ്പെട്ടതും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണോ? അല്ലല്ല, സുനിലിനെ പരിചയപ്പെട്ടത് ഒരു ഹോട്ടലിൽ വെച്ച ഹോട്ടൽ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. അവിടെ വെച്ചാണ് സുനിൽ ഉപദ്രവിച്ചത്? അതെ. അതിനുശേഷം താങ്കൾ താങ്കളുടെ റൂമിലേക്ക് തിരികെ എത്തുന്നു അല്ലേ? അതെ. ആ സമയത്തും താങ്കൾക്ക് കുടുംബവുമായി ഈ സുനിൽ നിന്നുണ്ടായ കണ്ടത് നവംബർ മാസം ആദ്യമായിരുന്നു. 2023 നവംബർ. ഇല്ല, കാരണം ഞാനൊരു നഴ്സാണ്, ഫിലിം ഫീൽഡ് എന്ന് പറയുന്ന ഒരു എന്റെ ഹസ്ബൻഡ്, ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുമില്ല, നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പൊ പുള്ളിയോട് ചോദിക്കാതാണ് ഞാൻ ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഈ സുനിലിനെ കാണാൻ പോയതും ഈ സിനിമയിൽ നമ്മളോർത്ത് സിനിമയിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ പറയാം, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പുള്ളിയോട് പറയാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം പുള്ളിക്ക് താല്പര്യമില്ലാത്തൊരു ഇതായിരുന്നു. ഞാൻ ശ്രേയ എന്ന് പറയുന്ന വ്യക്തിനെ വിശ്വസിച്ചാണ് അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് ഈ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് ഇതൊന്നും പറഞ്ഞില്ല. ഈ ശ്രേയയെ പിന്നീട് ബന്ധപ്പെടുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നോ? ശ്രേയ എന്നെ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വിളിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ശ്രേയ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശ്രേയ എപ്പോഴും ദുബായിൽ തന്നെയാണ്. ഇത് 2023 നവംബറിൽ ഉണ്ടായ സംഭവം. പക്ഷെ താങ്കൾ പരാതി കൊടുത്തത് 2024 ജൂണിലാണ് അല്ലേ? അതെ. ഏതാണ്ട് 1 വർഷത്തോളം എടുക്കുന്നു ഈ പരാതി നൽകാൻ. അതെന്തായിരുന്നു അത്രയും താമസമുണ്ടായത്? കാരണം നമുക്ക് സപ്പോർട്ട് ആരുമില്ല. ഞാനും എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അവരെന്നോട് പറഞ്ഞത് അവർക്ക് ഫിനാൻഷ്യലി നല്ല സപ്പോർട്ടുണ്ട്. അപ്പം നമ്മൾ കേസ് കൊടുത്താൽ അവർക്ക് മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ അവരുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ കേസ് കൊടുത്താൽ ലോക്കൽ സ്റ്റേഷനിൽ നമ്മൾ ആരോപിക്കുന്നതെന്നും പറഞ്ഞ് തള്ളി വിടുമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആലോചിച്ചിരുന്നു. പിന്നെ ഇവര് ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്നും പറഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ സൈഡിൽ വന്ന് നമുക്ക് പരിചയമില്ലാത്ത പല രജിസ്ട്രേഷൻ വണ്ടികളും വന്ന് ചവിട്ടുന്നു. നമുക്കൊരു പേടി. അപ്പം നമ്മൾ വിചാരിച്ചു കേസ് കൊടുത്തിട്ട് നമുക്ക് പേടിച്ചിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അത് നമ്മൾ സപ്പോർട്ട് പുള്ളി പറഞ്ഞു, നീ കേസ് കൊടുത്തോ, നിന്റെ കൂട്ടത്തിൽ എന്തിനും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത്. ഈ ദുബായിൽ എത്ര നാളായി ഈ ജോലി ചെയ്യുകയായിരുന്നു? ഞാനിപ്പം ദുബായിലൊരു 4-5 മാസം ആയതേ ഉള്ളൂ. 3-4 മാസം ആയതേ. 4 മാസമായി. ഈ 4 മാസം ആണ് ദുബായിൽ ആകെ ജോലി ചെയ്തത്. അതിനിടയിലാണ് ശ്രേയയെ പരിചയപ്പെട്ടത്. അങ്ങനെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു അല്ലെ? അതെ. ഈ തിക്താനുഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ നാട്ടിലേക്ക് തിരികെ എത്തിയോ? അതെ. പിന്നീട്
പുറത്തേക്ക് പോയിട്ടുമില്ല. അതെ, ഞാൻ ഡിസംബർ 17 നാട്ടിൽ തിരിച്ചു. ഈ നിവിൻ പോളി പോയിട്ടില്ല, കാരണം നമുക്ക് ഇവര് പണി തരുമെന്ന് നമ്മുടെ പറഞ്ഞോളൂ. അല്ല, സ്റ്റേഷനിൽ നിന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പോലീസിന്റെ സംരക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പണിയൊന്നും തരാൻ പോകുന്നില്ല. അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദുബായിക്ക് പോയാൽ ചിലപ്പോൾ പണി കിട്ടും എന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ദുബായ് എന്നുള്ള ഒരു ഇത് നമ്മൾ വിട്ടു. നമ്മൾ ഇനി അങ്ങോട്ട് പോയി പണി മേടിക്കാനായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ. നിവിൻ പോളി ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിച്ചു, നിവിൻ പോളി മർദ്ദിക്കുകയും ചെയ്തു. അതിനപ്പുറത്ത് എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായോ നിവിൻ പോളിയിൽ നിന്ന്? അതെ, ഭീഷണി എന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ നാറ്റിക്കുമെന്നും ടിക്ടോക്ക് വഴി നാറ്റിക്കുമെന്നും പിന്നെ ഡാർക്ക് വെബിലിട്ട് നമ്മുടെ വീഡിയോസ് ഇടുമെന്നും പറഞ്ഞിരുന്നു. അത് നിവിൻ പോളിയാണോ പറഞ്ഞത്? അതെ. ഇതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ ഹണി ട്രാപ്പ് കപ്പിൾസ് ആണ് ഇങ്ങനെ പ്രചരിച്ചത്. അതായത് ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെ, ഈ പരാതി കൊടുത്തപ്പോൾ പോലീസിൽ നിന്നൊന്നും നീതി ലഭിച്ചില്ല എന്നാണോ പറയുന്നത്? അതെ, ഒരു നീതിയും ലഭിച്ചില്ല. അവർക്ക് ഇവിടെ ചെയ്യാത്തതായി, അതായത് ദുബായിൽ നടന്ന സംഭവത്തിന് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെങ്കിൽ അവർ നോക്കാമെന്ന് പറഞ്ഞു. ഒപ്പം ഈ നിവിൻ പോളി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഈ പരാതി നേരത്തെ ലഭിച്ചതാണ്, ആ സമയത്ത് പോലീസ് ബന്ധപ്പെടുകയും അതൊരു ഫേക്ക് പരാതിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു എന്നാണ് നിവിൻ പോളി പറഞ്ഞത്. അതെ, പോലീസ് ഒരു അന്വേഷണവും നടത്തിയില്ല. ഞാൻ ഈ സർക്കിളിന്റെ അടുത്ത് പോയി എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാൻ മൊഴി കൊടുത്തത്, അത് രേഖപ്പെടുത്താൻ പോലും അവരത് തയ്യാറായില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് മന്ത്രിപാട്, പിടിപാട്, ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ സ്വാധീനിച്ച് നിവിൻ പോളിയും AK സുനിലും ആ വിഷയം അങ്ങനെ സോൾവ് ചെയ്താന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. അതോടൊപ്പം ഈ നിവിൻ പോളി പറയുന്നത് ശ്രേയയെ തനിക്ക് അറിയില്ല എന്നാണ്. നിവിൻ പോളി അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിവിൻ പോളി ന്യൂസിൽ ഇതിൽ പറഞ്ഞിരുന്നു ഈ പുള്ളി AK സുനിലിന്റെ കൂടെ ഒരു പെണ്ണും വേറൊരു ചെറുക്കനും കൂട്ടത്തിലുണ്ടെന്ന് നിവിൻ പോളി അബദ്ധത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതാരായിരിക്കും എന്ന് എനിക്കറിയില്ല, നിവിൻ പോളിക്ക് അറിയാമായിരിക്കും അതാരാണ്. ഈ ശ്രേയ അതും ഇന്നലെ പറഞ്ഞിരുന്നു. ഒരു ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്ക പറഞ്ഞോളൂ. സുനിലിനെ കാണാൻ പോയപ്പോ സുനിലിന്റെ കൂടെ ഒരു പെണ്ണും ഒരു ചെറുക്കനും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്റെ അറിവിൽ ഈ ശ്രേയം മറ്റേ സുനിലിന്റെ ഫ്രണ്ടുമാണ്, ഈ കൂട്ടത്തിലുള്ള ഒരാളുമാണ് പോയത്. അപ്പൊ നിവിൻ പോളി തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ആൾക്കാരെ നിവിൻ പോളി കണ്ടെന്ന്. അപ്പൊ ഇവരെ ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നത് നിവിൻ പോളി തന്നെ, ഇവരെ കണ്ടു എന്ന് പറയുന്നത് നിവിൻ പോളി തന്നെ. അപ്പൊ ഇത് അന്വേഷിക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് ശ്രേയ താങ്കളെ പരിചയപ്പെടുത്തിയത് നിവിൻ പോളി ആയിരുന്നില്ല, മറിച്ച് AK സുനിലിനെ മാത്രമായിരുന്നു അല്ലേ? അതെ അതെ. പിന്നീടാണ് ഈ മറ്റുള്ള ആളുകൾ, നിവിൻ പോളി അടക്കമുള്ളവർ ഇതിലേക്ക് എത്തുന്നത്. അതെ. ഈ ഇത്തരത്തിൽ എത്ര തവണ ഈ നിവിൻ പോളി ഈ താങ്കൾ താമസിച്ച റൂമിലേക്ക് എത്ര തവണ വന്നിട്ടുണ്ട് താങ്കളുടെ ഒരു ഓർമ്മയിൽ? കാരണം ഇവർക്ക് തൊട്ടപ്പുറത്താണ് റൂം. അപ്പൊ ഇവർ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് ആ 2 ദിവസം നിവിൻ പോളി അവിടെ തന്നെ ഉണ്ടായിരുന്നു, എങ്ങും പോയിട്ടില്ല. ഇവരെല്ലാവരും ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണോ? അതെ, ഒന്നിലധികം തവണ. അതെ, നിവിൻ പോളി അടക്കം. അതെ. താങ്കളെ അറിയുകയില്ല എന്നാണ് നിവിൻ പോളി പറഞ്ഞത്. ഇന്നേ വരെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ട് ഞാൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആളും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ഇനി നമുക്ക് മുമ്പോട്ട് ശാസ്ത്രീയപരമായി എന്ത് തെളിവുകളാണോ എടുക്കേണ്ടത് പോലീസ് പറയുന്ന പോലെ മുമ്പോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് നീതി ലഭിക്കുന്നിടം വരെ ഞാൻ മുമ്പോട്ട് പോയിരിക്കും. ഒപ്പം ഈ ഇന്നലെ ഈ താങ്കളെ അറിയില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം ഒരു കാര്യം നിവിൻ പോളി ചേർത്തിരുന്നു. ഒരു സിനിമാ താരം എന്ന നിലയിൽ പലരും വന്ന് സെൽഫി എടുക്കാറുണ്ട്.
ഇനിയിപ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോയോ സെൽഫിയോ മറ്റോ ഉണ്ടോ എന്ന് തനിക്കറിയില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും ചിത്രം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, സുനിലിനോടൊപ്പമുള്ള ചിത്രം എടുത്തിരുന്നു, അതിൻ്റെ കൂടി ഒക്കെ തെളിവുകളാണ് നഷ്ടപ്പെട്ടത്, ഫോൺ നശിപ്പിച്ചു എന്ന്. ഈ നിവിൻ പോളിയോടൊപ്പമുള്ള ചിത്രമോ മറ്റോ ഒക്കെ ഉണ്ടോ? അതെ, ഞാൻ അവിടെ റൂമിലിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് അവരുടെ കയ്യിലായിപ്പോയി. അവരെല്ലാരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തിരുന്നു. ഒപ്പം ഈ പീഡന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല എന്നാണ് SP പൂങ്കുഴലി വ്യക്തമാക്കിയത്. താങ്കൾ ഈ രണ്ടാമത്തെ പരാതി, അതായത് കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ, അതിനെ അത് ആർക്കാണ് അയച്ചത്? ഞാൻ അത് അജിത ബീഗം എന്ന് പറയുന്ന മേഡത്തിനെ നേരിട്ട് പോയി കണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാനോ ആണോ താല്പര്യപ്പെടുന്നത്? അതെ, കാരണം എനിക്ക് ലോക്കൽ സ്റ്റേഷനിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ല. കാരണം അവർ മുമ്പേ നമ്മളെടുത്ത് പെരുമാറിയ രീതി വെച്ചിട്ട് നമുക്ക് അവരോട് യാതൊരു വിധത്തിലും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്പെഷ്യൽ ടീമിന്റെ അടുത്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഈ രണ്ടാമത്തെ പരാതി ലഭിച്ചതിന് ശേഷം ലോക്കൽ പോലീസിൽ നിന്നുള്ള ഇടപെടൽ എങ്ങനെയുണ്ട്? ഇല്ല, ഇതുവരെ നമ്മളെ വിളിച്ചിട്ട് ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്നും ചോദിച്ചിട്ട് പോലുമില്ല. ഇതുവരെ ഈ ടൈം വരെ അവര് നമ്മളോടൊന്നും വിളിച്ച് ചോദിച്ചിട്ടില്ല. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു താങ്കൾക്ക് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന്. ഇപ്പോൾ കൂടുതൽ നിയമസഹായമോ ഒക്കെ എവിടെ നിന്നെങ്കിലും ഒക്കെ ലഭിക്കുന്നുണ്ടോ? കാരണം എനിക്കിപ്പം മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്റെ കൂട്ടത്തിലുണ്ട്. കാരണം താഴെ സംസാരിച്ച രീതിക്കല്ല അവരെന്നോട് പെരുമാറിയതും. നമ്മൾക്ക് സപ്പോർട്ടാണ്, അവർക്ക് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസം തന്ന് വിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് ആ ടീമിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഏത് ടീമിൽ? ഈ സ്പെഷ്യൽ ഹേമ കമ്മിറ്റിയിൽ രൂപീകരിച്ച സ്പെഷ്യൽ സംഘത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആ ഒരു ഗ്യാങ്. ശരി, എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ താങ്കളുടെ ഫോൺ പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത് അല്ലേ? അത് മറ്റാർക്കെങ്കിലും കൈമാറുകയൊന്നുമല്ല ചെയ്തിട്ടുള്ളത്, ആ സംഘം നശിപ്പിച്ചു എന്ന് തന്നെയല്ലേ? അവരുടെ കയ്യിലാണ്. നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നശിപ്പിച്ചെന്നല്ല, സംഘത്തിന്റെ കയ്യിലാണ് എന്റെ ഒരു ഫോൺ. എനിക്കറിയില്ല. ആ ഫോണിലാണ് താങ്കളുടെ ചിത്രവും ഇവരോടൊപ്പമുള്ള ചിത്രവും ഒക്കെ ഉള്ളത്. പറയുന്നത് എന്റെ തെളിവുകളൊന്നുമില്ലായിരുന്നു. റൈറ്റ്, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, പരാതിയുമായി മുന്നോട്ട് പോകും. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല. തനിക്ക് കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്തരം, അതായത് മർദ്ദിച്ചു എന്ന മട്ടിലുള്ള പരാതി നൽകിയത്. ലൈംഗികമായ ഉപദ്രവം തന്നെയാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ പരാതിക്കാരി പറയുന്നത്. പുതിയ സമിതിയിൽ അടക്കം തനിക്ക് വിശ്വാസമുണ്ട് എന്നും അവിടെ നിന്ന് പിന്തുണ ലഭിക്കുന്നു എന്നുമാണ് പരാതിക്കാരി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഇടവേള.